കോപ്പ അമേരിക്ക പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഒട്ടേറെ പുതുമകൾ ഈ വർഷത്തെ കോപ്പയ്ക്കുണ്ട്. 16 ടീമുകൾ മത്സരിക്കുന്ന കോപ്പയിൽ റഫറിമാർ മഞ്ഞ, ചുവപ്പ് കാർഡുകൾക്കൊപ്പം പിങ്ക് കാർഡും ഉപയോഗിക്കും. കളിക്കാരന് ഗെയിമിനിടെ തലയ്ക്ക് പരിക്കേറ്റാൽ ഒരു താരത്തെ കൺകഷൻ പകരക്കാരനായി ടീമുകൾക്ക് ഇറക്കാം. ഈ നിയമമനുസരിച്ച് മത്സരത്തിൽ ഇതിനകം 5 പകരക്കാരുടെ നിയമത്തിലേക്ക് ഒരു പകരക്കാരനെ കൂടി ചേർത്തു. ടീമുകൾക്ക് ആകെ 6 പകരക്കാരെ ഇറക്കാം. ഈ സാഹചര്യത്തിൽ റഫറിയെയോ നാലാമത്തെ ഉദ്യോഗസ്ഥനെയോ അറിയിക്കുകയും പിങ്ക് കാർഡ് ഉപയോഗിച്ച് കൺകഷൻ താരത്തെ മാറ്റുകയും വേണം. കളിക്കാരന്റെ തലയ്ക്ക് പരിക്കേറ്റാൽ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്കോ ആശുപത്രിയിലേക്കോ പോകണം. കളിക്കളത്തിലോ ഡഗ്ഔട്ടിലോ തുടരാൻ പാടില്ലെന്ന് ചുരുക്കം. പുറത്തായ താരത്തിന് കളിയിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല. മത്സരം അവസാനിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പരിക്ക് കണ്ടെത്തിയ ഡോക്ടർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് കോൺമബോൾ മെഡിക്കൽ കമ്മിറ്റിക്ക് അയക്കണം. നേരത്തെ പോർച്ചുഗീസ് വനിതാ ലീഗിൽ വെള്ള കാർഡ് പരീക്ഷിച്ചിരുന്നു. ഇറ്റലിയിൽ കളിക്കാരനെ ഏതാനും മിനിറ്റ് പുറത്താക്കിയ ഓറഞ്ച് കാർഡും ഉണ്ടായിരുന്നു. ആൻഡലൂഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഗ്രീൻ കാർഡ് ഉപയോഗിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫുട്ബോളിൽ പിങ്ക് കാർഡും വരുന്നത്. ജൂൺ 20 കോപ്പ തുടങ്ങുക. ജൂലൈ 15 ഫൈനൽ. അർജന്റീനയാണ് നിലവിലെ ചാമ്പ്യന്മാർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.